മഴക്കാലത്തെ ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ ആയിട്ട് മാറുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ കേരളത്തിലെ. ഇവിടേക്കും പ്രിയദർശിനി ബസ്സാണ് പോകുന്നത്. കണ്ണ് ചുമ്മി തുറക്കുമ്പോഴേക്കും മഴയും കാറ്റും കോടമഞ്ഞും ഒക്കെ പറന്നെത്തുന്നൊരു ഗ്രാമം. അതാണ് നമ്മുടെ കോഴിക്കോട്ടെ കക്കാടംപൊയിൽ. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് നായാടംപൊയിലേക്കുള്ള ബസ് കിട്ടുക. അതായത് കക്കാടംപൊയിൽ കഴിഞ്ഞിട്ടാണ് നായാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലം. ആ ഒരു സ്ഥലത്ത് നിന്നാണ് നമുക്ക് കുരിശുമലയുടെ മുകളിലേക്കൊക്കെ പോകേണ്ടത്. ഇതാണ് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ്. ഈ വരുന്ന ബസ് കണ്ടോ, ഇത് ഊട്ടിയിലേക്ക് 6:45 കോഴിക്കോട് നിന്ന് എടുക്കുന്ന ബസ്സാണ്. ഈ ഒരു ബസ്സിനകത്ത് പോയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ആദ്യം തന്നെ റീച്ച് ആയിട്ടുള്ളത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ വന്നിട്ടുണ്ട്. ഈ ഒരു ബസ് 7 മണിയാവുന്ന സമയത്താണ് സ്റ്റാൻഡിലെത്തുക. 7:10 ആവുന്ന സമയത്ത് പോവുകയും ചെയ്യും. അങ്ങനെ ബസ് എടുത്തു. സ്റ്റാൻഡിന്റെ പുറത്തെത്തിയപ്പോഴേക്കും നമ്മുടെ ടിക്കറ്റ് ഇതാ വന്നിട്ടുണ്ട്. 68 രൂപയാണ് ഒരാൾക്ക് നായാടംപൊയിലേക്കുള്ള ബസ് ടിക്കറ്റ്. അങ്ങനെ കുറച്ചു ദൂരം മുൻപോട്ട് വന്ന് നമ്മൾ കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണിതാ എത്തിയിട്ടുള്ളത്. എന്തായാലും കുന്നമംഗലത്ത് നിന്നും നമ്മൾ നേരെ തിരിഞ്ഞിട്ട് മുക്കത്തേക്കാണ് പോകുന്നത്. ഈ നേരെ പോകുന്ന റോഡ് പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടുന്ന് മുൻപോട്ട് വന്ന് നമ്മൾ അഗസ്ത്യൻമൊഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ കാണുന്ന റോഡിനാണ് ശരിക്കും നമുക്ക് പോകേണ്ടത്. പക്ഷേ ഈ ഒരു ബസ് മുക്കം ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണ് തിരിച്ചു വരിക. ഇതാണ് മുക്കം ബസ് സ്റ്റാൻഡ്. ഇവിടുന്നും അത്യാവശ്യം ആളുകളൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പോന്ന് തിരുവമ്പാടി ബസ് സ്റ്റാൻഡാണിത്. 9:45 ആവുന്ന സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി 9:55 ഈ ഒരു ബസ് ഇവിടുന്ന് എടുക്കുക. ഇനി നമ്മൾ പോകുന്നത് കൂടരഞ്ഞിക്കാണ്. നമ്മളിപ്പം വന്നിട്ടുള്ള റൂട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. കോഴിക്കോട്, കുന്നമംഗലം, മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി. ഈ റൂട്ടിൽ ഇതേ ബസ്സിനകത്ത് തന്നെ പോയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ കൂടരഞ്ഞി ബസ് സ്റ്റാൻഡിലേക്ക് ഇതാ കയറിയിട്ടുണ്ട്. ഇനി പോകുന്നത് മലയോര ഹൈവേ കൂടെയാണ്. അതായത് നല്ല അടിപൊളി റോട്ടിലൂടെ. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് നമ്മൾ മേലെ കൂമ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കയറ്റം തുടങ്ങുകയാണ്. അതോടൊപ്പം നല്ല അടിപൊളി കാഴ്ചകളും ഇനി കാണാനുണ്ട്. പിന്നെ ഇത് പ്രിയദർശിനി ബസ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഫ്രീ ആണ്. ഗവിയിലേക്കും മലക്കപ്പാറയിലേക്കും പിന്നെ ഗുണ്ടിൽപേട്ടയിൽ പോയിട്ട് സൂര്യകാന്തി പാടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ നല്ല പോലെ യാത്ര ചെയ്യുന്നുണ്ട്. അതേപോലെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണിത്. ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലത്തെ കുറച്ച് കൊടും വളവുകളുണ്ട്. അതൊക്കെ തിരിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കോഴിക്കോട് നിന്ന് ബസ് കയറിയിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. നായാടംപൊയിൽ എത്തിയിട്ടും പിന്നെ കുരിശുമലയുടെ മുകളിൽ എത്തിയിട്ടും ഒക്കെ ഒരുപാട് കാഴ്ചകൾ കാണിക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ബസ്സിനകത്തങ്ങ് പോവാണ്. നമ്മൾ ബസ്സിനകത്ത് പോകുന്ന സമയത്തെ കുറേ വാട്ടർഫാളൊക്കെ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കൽ കുറച്ച് പണിയാണ്. പക്ഷെ ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. അങ്ങേയറ്റത്തെ മലയുടെ മുകളിൽ കണ്ടോ കോടമഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട്. കക്കാടംപൊയിലേക്ക് പോകുന്ന ബസ്സിൻ്റെ സമയം ഞാനൊന്ന് പറഞ്ഞുതരാം. രാവിലെ 7:10 ആദ്യത്തെ ബസ് കോഴിക്കോട് നിന്നും എടുക്കുന്നത്. പിന്നെ 2:50 5:10 ബസ്സുകൾ വരുന്നുണ്ട്. നിങ്ങൾ നിലമ്പൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ രാവിലെ 6:45 ആദ്യത്തെ ബസ് വരുന്നത്. പിന്നെ 11:30 4:40 ബസ്സുകൾ വരുന്നുണ്ട്. താഴെ കക്കാടും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. എന്തായാലും ഈ ഒരു കയറ്റം കയറിയാൽ നമ്മൾ കക്കാടംപൊയിൽ അങ്ങാടിയിലേക്കാണ് എത്തുക. ഇതാണ് കക്കാടംപൊയിൽ അങ്ങാടി. തീർന്നിട്ടില്ല, ഇനിയും നമുക്ക് പോകാനുണ്ട്.
നമ്മളിപ്പം പോകുന്ന ഈ റോഡ് നേരെ പോകുന്നത് നിലമ്പൂരിലേക്കാണ്. അതായത് ഇവിടുന്ന് 23 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നിലമ്പൂരിലേക്ക്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ നായാടംപോയിലേക്കാണ് പോകുന്നത്. ഏകദേശം 4 കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട്. പിന്നെ ഇവിടുന്നും പോയിട്ടാണ് കോഴിപ്പാറ വാട്ടർഫാള്. അവിടത്തേക്ക് ഏകദേശം 3 കിലോമീറ്ററിന്റെ മുകളിലുണ്ട്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ കാര്യം ഇതേപോലെയാണ്. നിങ്ങൾ ബസ്സിനകത്താണ് വരുന്നതെങ്കിൽ തിരിച്ചു പോകുന്ന കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കക്കാടംപോയിൽ അങ്ങാടിയിൽ എത്തുകയാണെങ്കിൽ തിരുവമ്പാടിക്കും കൂടരഞ്ഞിക്കും കോഴിക്കോട് ഭാഗത്തേക്കും പിന്നെ നിലമ്പൂരേക്കും ഒക്കെ ബസ്സുകൾ കിട്ടും. ഈ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും റോഡ് പൊളിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇവിടുത്തെ മാത്രമാണ് ഇപ്പം ബസ് വരാറുള്ളത്. ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് പോയാൽ കോഴിപ്പാറ വാട്ടർഫാൾ ആണ്. ഈ ബസ് നിർത്തിയിട്ട റോഡില്ലേ അതിലെയാണ് നായാടംപോയിലേക്ക് പോകേണ്ടത്. സാധാരണ നമ്മൾ വന്നിട്ടുള്ള ബസ് നായാടംപോയിൽ അങ്ങാടിയുണ്ട്, കുറച്ചും കൂടെ മുകളിലേക്ക് പോയിട്ട്. അവിടുന്നാണ് സാധാരണ കുരിശുമലയുടെ മുകളിലേക്കൊക്കെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അവിടുത്തെ ബസ് വരാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ചായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ റോഡ് പണിയാണ്. അതുപോലെ തന്നെ ബാക്കിൽ കാണുന്നില്ല ജീപ്പുകൾ കണ്ടോ? ആ ജീപ്പുകളൊക്കെ ഇപ്പം മുകളിലേക്ക്, അതായത് കുരിശുപാറയുടെ അങ്ങോട്ട് സർവീസ് നടത്തുന്നതാണ്. ഒരു ജീപ്പിന് 1000 രൂപയാണ് കേട്ടോ വരുന്നത്. അതിനകത്ത് 8 ആളുകൾക്ക് വരെ പോകാൻ പറ്റും. ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും ഒക്കെ നമ്മൾ 1000 രൂപ കൊടുക്കണം. ഇതേപോലത്തെ കുറച്ച് കയറ്റങ്ങളുണ്ട്. ഞാൻ കുറച്ച് നേരം ഏതെങ്കിലും വണ്ടിയൊക്കെ വരുമോ എന്നിങ്ങനെ നോക്കുന്നു, പക്ഷേ വണ്ടിയൊന്നും വരുന്നത് കാണുന്നില്ല. നമ്മുടെ കാറൊക്കെ കൊണ്ട് വരുന്ന സമയത്തും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പം അടിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മഴയും കൂടെ പെയ്യുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അമ്മാതിരി ചളിയായിരിക്കും. ഇനിയേ ആ ഒരു കയറ്റം കയറണം. അതേപോലെ തന്നെ ഒരു കയറ്റം കൂടെ വരുന്നുണ്ട്. അതും കൂടെ കയറിയാൽ നമ്മൾ നായാടംപോയിൽ അങ്ങാടിയിലെത്തും. അവിടുന്ന് പിന്നെ വേറെ ഒരു 2 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. എന്തായാലും അങ്ങാടിയിലെത്തട്ടെ. ആ മുകൾ ഭാഗത്തൊക്കെ കണ്ടോ, അത് മൊത്തമായിട്ട് കോടമഞ്ഞാണ്. അതിൽ ഓടി പോകുന്നുണ്ട്. ഈ ഒരു കയറ്റം കയറിയാൽ നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ക്ഷീണവും മാറും. കാരണം അത്രത്തോളം കോടമഞ്ഞും തണുപ്പും എല്ലാം ഉള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത്. ഇതുണ്ടോ കോടമഞ്ഞ് ഇതാ ഇവിടെ എത്തി. പിന്നെ റോഡിൻ്റെ കാര്യം ഇതാ ഇതേപോലെയൊക്കെയാണ്. നായാടംപോയിൽ അങ്ങാടിയിലേക്ക് എത്താനായിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ കണ്ടോ കോടമഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അതോടൊപ്പം കോടമഞ്ഞുണ്ട്. ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഒറ്റ ആളെ പോലും കണ്ടില്ല. ഇത് കണ്ടോ കോട മൂടി കിടക്കുകയാണ് നായാടംപോയിൽ അങ്ങാടി. ഇവിടെ ഒരുവിധം എല്ലാ സമയവും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ബസ് നിർത്തിയിടത്തു നിന്നും ഈ ഒരു നായാടംപോയിലേക്ക് 2 കിലോമീറ്ററിനടുത്ത് ദൂരം ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഈ ജീപ്പ് പോകുന്ന റോഡ് കണ്ടോ, ഇതിൽ താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് കുരിശുമലയുടെ മുകളിലേക്ക് പോകാൻ. ഈ റോഡിന് നേരെ മുകളിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. സാധാരണ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. എന്തായാലും ഈ ഒരു ദിവസം തിരക്ക് വളരെ കുറവാണ്. ആളുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്കും കുറവാണ്. കുറച്ച് ദൂരം മുകളിലേക്ക് കയറി ഇനിയും കയറ്റങ്ങൾ കയറാനുണ്ട്. ഈ മുകളിലേക്ക് കാണുന്ന റോഡിനാണ് പോകേണ്ടത് കേട്ടോ. ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കക്കാടംപോയിൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കഴിച്ചിട്ട് വന്നാൽ മതി. ഈ ഒരു നായാടംപോയിൽ എത്തിയാൽ ഒരു സാധനവും കിട്ടൂല. ഇത് കണ്ടോ ഇതേപോലെ കിടക്കുകയാണ് റോഡ്. ഇതിലൊക്കെ ജീപ്പ് മാത്രമേ കയറിപ്പോകൂ. ഇവിടെയൊക്കെ റോഡ് ഇതേപോലെ ആയിട്ട് കിടക്കുക കേട്ടോ. ജീപ്പ് വരുന്ന സമയത്ത് ജീപ്പ് ഇതാ ഇവിടെ തെറ്റാണ് വരിക. ഇവിടുന്ന് പിന്നെ കുരിശുപാറയുടെ മുകളിലേക്ക് നമ്മൾ ഇതിലെ കയറിയിട്ട് ആ ഒരു മല കയറിയിട്ട് പിന്നെ അപ്പുറത്തെ ഭാഗത്ത് വേറൊരു മലയും കൂടെ ഉണ്ട്. അതും കൂടെ കയറിയാലാണ് നമുക്ക് കുരിശുമലയുടെ മുകളിൽ എത്താൻ പറ്റുക. ഈ ഒരു വഴി കണ്ടാലും നമുക്ക് മനസ്സിലാവും അത്രയ്ക്കും ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് ഇതേപോലെ ആയിട്ടുണ്ട്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം വരുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. മഴക്കാലമായ പിന്നെ ഈ ഒരു സ്ഥലം വേറെ ലെവലാണ്. നമ്മുടെ ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ പോലെ അതേപോലെ കോടമഞ്ഞും തണുപ്പും ഒക്കെ ആയിരിക്കും. ബാക്കിലേക്ക് കാണുന്ന ആ ഒരു മല കണ്ടോ, അതിൻ്റെ മുകളിൽ കയറിയാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് ആ ഒരു മലയുടെ മുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു മല കയറി നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. താഴെ ഭാഗത്തൊക്കെ കണ്ടോ മൊത്തമായിട്ട് പ്ലാസ്റ്റിക് കുപ്പിയും വേസ്റ്റും തന്നെയാണ്. ആരോടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആരെന്ത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ മാറൂല അല്ലേ. എന്തായാലും ഇവിടെ എത്തുമ്പോൾ താഴെ ഭാഗത്തേക്ക് കണ്ടോ, അവിടെയൊക്കെ നമുക്ക് പോയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. ഇതിലെങ്ങനെ നടന്നിട്ട് ആ ഒരു മലയുടെ മുകളിൽ കയറുക, ആ ഒരു മലയുടെ മുകളിൽ കയറുക, എന്നിട്ട് കുരിശുമലയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെയും ഒരു കച്ചവടം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് തുറന്നിട്ടില്ല. സാധാരണ ഇവിടെ നല്ല കാറ്റുണ്ടാവാറുണ്ട്. ഇപ്പം ഇത് നോക്കിയാൽ ഒരു പുല്ല് പോലും ഇളകുന്നില്ല. എന്തായാലും അവസ്ഥ. എന്തായാലും ഈ ഒരു പാറയും കൂടെ കയറിയിട്ട്
അപ്പുറത്തെ ഭാഗത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓ, നമ്മൾ വന്നിട്ടുള്ള സ്ഥലമാണ് ഇതാട്ടോ ആ കാണുന്നത്. അതുണ്ടോ, ഇതാണ് ഇവിടുത്തെ കുരിശ്. നമ്മളിപ്പം കുരിശുമലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി എത്തിയാലേ ശരിക്കും നമ്മൾ കയറി വരുന്ന ക്ഷീണവും കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറും. കുറച്ച് സമയം ഇവിടെയൊക്കെ ഇരുന്ന്, ഇവിടേക്ക് വരുന്ന സമയത്ത്, രാവിലെ വരുന്ന സമയത്ത് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് കഴിച്ച് ഏതായിരിക്കല്ലേ മൂഡ്. ഇത് കണ്ടോ, ഇവിടെ മാത്രം കുറച്ച് കോടമഞ്ഞ് ഇങ്ങനെ പിടിക്കാൻ പറ്റും കേട്ടോ. ഇതേപോലത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. ഒരു മഴ പെയ്താൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമൊക്കെ മൊത്തമായിട്ട് കോടമഞ്ഞിൽ അങ്ങ് മൂടും. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ വീട്. ശരിക്കും ബൈക്ക് എടുത്തിട്ട് വന്നാൽ മതി. എങ്കിലും നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, അതുകൊണ്ട് ഇതാ കോടമഞ്ഞും വരുന്നുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി, കോടമഞ്ഞ് ഇപ്പോൾ വരും കേട്ടോ. ഇവിടെ എത്തിയിട്ട് ഒരു മഴ കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ കോടമഞ്ഞും കാറ്റും തണുപ്പും ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടേ ഒരു മഴ കിട്ടണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ നല്ല മഴ അങ്ങ് പെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിയുമ്പോഴേക്കേ കോടമഞ്ഞും ഇങ്ങനെ വരും. പറഞ്ഞപ്പോഴേക്കും ആ ഒരു മലയുടെ അപ്പുറത്തെ ഭാഗത്തു നിന്നും കോടമഞ്ഞ് വരാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുടയൊന്നും ചൂടിയിട്ട് ഒരു കാര്യമില്ല. നമ്മളിതാ ആ ഒരു മരത്തിനടുത്തുകൂടെയൊക്കെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. വന്നൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല, അതിനു മുൻപ് ഇതേപോലെ കോടമഞ്ഞായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കുരിശുമലയുടെ കുരിശിൻ്റെ പിൻഭാഗത്തൊക്കെ ഇപ്പം കോടമഞ്ഞ് വന്നങ്ങ് മൂടിയിട്ടുണ്ട്. ഇപ്പം മൊത്തമായിട്ട് കോടമഞ്ഞ് മൂടും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും ചുറ്റുവട്ടത്തെല്ലാം കോടമഞ്ഞ്, അതോടൊപ്പം നല്ല കാറ്റുമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ കണ്ണ് ചുമ്മി തുറക്കുമ്പോഴേക്കും മഴയും കോടമഞ്ഞും കാറ്റും ഒക്കെ എവിടുന്നെങ്കിലും ഒക്കെ ഓടിയിങ്ങ് വരും. ഈ ഒരു മലയുടെ മുകളിൽ നിന്നും കോടമഞ്ഞൊക്കെ താഴെ ഭാഗത്തു കൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാനേ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഒരു 5 മിനിറ്റ് മഴ പെയ്തപ്പോഴേക്കും ഇതേപോലെയായിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച. ആ ഒരു മലയുടെ മുകളിൽ കുറേ ആളുകൾ ഇപ്പം എത്തിയിട്ടുണ്ട്. എന്തു ഭംഗിയാണല്ലേ ഈ ഒരു ഫ്രെയിമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും മഴ പെയ്തതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് നനഞ്ഞ് ഇവിടുത്തെ കാഴ്ചയും ഭംഗിയും ഒക്കെ മതിയാവോളം ആസ്വദിച്ച് നമ്മൾ താഴെ ഭാഗത്തേക്ക് ഇറങ്ങാണ്. പോകുന്ന സമയത്ത് നല്ല വെയിലാണെങ്കിലും ഒരു മഴ പെയ്തപ്പോഴേക്കും കോടമഞ്ഞൊക്കെ വന്ന് വേറെ മൂഡിലേക്ക് മാറി. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ജീപ്പ് കയറി വരുന്നത് കണ്ടോ. ഒരു ജീപ്പ് എങ്ങനെയൊക്കെയോ മുകളിൽ പിടിച്ച് കയറിയിട്ട് പോകുന്നു. എന്തായാലും ഒരു ജീപ്പിന് കുറച്ച് പണിയെടുക്കേണ്ടി വന്ന് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ജീപ്പാണല്ലോ ഏത് മലയും കുന്നും ഒക്കെ കയറിപ്പോകുന്ന ഒരു മുതലല്ലേ. എന്തായാലും ഇത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.